ചന്ദനമരം മുറിച്ച് അവിടെ മുറ്റത്തിട്ടു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഷാജി അവിടെ നിന്നും വീട് മാറി മറ്റൊരിടത്തേക്ക് പോയി താമസം തുടങ്ങി. ഉമ്മാടെ വീട്, ഉമ്മാടെ സ്ഥലം, ഉമ്മാടെ പറമ്പിലെ ചന്ദനമരം ഞാനതവിടെ മുറിച്ചിട്ടുന്നേ ഉള്ളൂ. ഞാനതവിടെ മുറിച്ചിട്ട് ഇപ്പം ആര് കുടുങ്ങി? ഉമ്മ കുടുങ്ങി. ഉമ്മാനെ കൊടുക്കാൻ വേണ്ടി ഉമ്മ എനിക്ക് 2 ലക്ഷം രൂപ തരാനുണ്ട്. ആ 2 ലക്ഷം രൂപയ്ക്കാണ് ഞാനത് മുറിച്ചത്. ഞാനത് കടത്തി കൊണ്ടുവന്നിട്ടൊന്നുമില്ല. പ്രസവിച്ച് വളർത്തി വലുതാക്കി ഒരു സമയം വരെ നിന്നെ ആ ഉമ്മ വളർത്തിയതല്ലേ. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെറ്റുമ്മയോട് ചെയ്യുന്നത്? നിന്റെ ഉമ്മാനെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇതെൻ്റെ ഉമ്മ ആണെന്നും പറഞ്ഞിട്ട് ഷോട്ടിട്ടതൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം കഴിഞ്ഞിട്ട് നീ മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് അവർക്കുണ്ടാകുന്ന മുറിവ് ഒരിക്കലും ഉണങ്ങാത്തതാണ്. അപ്പോൾ ഷാജിദ ഷാജിയുടെ ഉമ്മയെ ഒരുപാട് അസഭ്യവാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ഷാജിദ ഷാജി ഇതെല്ലാം വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എല്ലാവരും, നാട്ടുകാരും അല്ലാത്തവരും യൂട്യൂബ് തുറന്നാൽ ഇതെല്ലാം എല്ലാവരും കാണുകയാണ്. കല്യാണം കഴിച്ച് തന്ന് നമുക്കൊരു തണലൊരുക്കി തന്ന ആളാണ് നമ്മുടെ മാതാപിതാക്കൾ. നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ നമ്മളുടെ സ്വന്തം കുടുംബ വീട്ടിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും നമുക്ക് മറ്റുള്ള ഒരു സ്ഥലത്തു നിന്നും കിട്ടാൻ പോകുന്നില്ല. നീ ഇപ്പം 5 മക്കളെ എങ്ങനെയാണ് വളർത്തുന്നത്? നീ എത്രത്തോളം ബുദ്ധിമുട്ടിയായിട്ടാണ് വളർത്തുന്നത്? നീ ചെറുപ്പക്കാരിയല്ലേ? പ്രായം കുറഞ്ഞ നിനക്ക് 5 ആൺമക്കൾ ദൈവം തന്നു എന്നുള്ളതാണ്. ആൺമക്കളായാലും പെൺമക്കളായാലും നമ്മുടെ മക്കളെ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കുന്നു അത് തന്നെയാണ് നമ്മുടെ മാതാപിതാക്കളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നീ എന്താണ് ഇങ്ങനെയൊക്കെ ഉമ്മയെ പറയുന്നത്? ഇതെല്ലാം പൊരുത്തപ്പെട്ടങ്ങ് പോകേണ്ടതല്ലേ? ഒരു പെരുന്നാളിൻ്റെ സമയത്ത് ഉമ്മാനെ വെച്ച് സോഷ്യൽ മീഡിയയിൽ നീ വീഡിയോ ചെയ്തിടുന്നു, അതെല്ലാവരും കാണുന്നു, നീ നിൻ്റെ ഉമ്മയാണെന്ന് പരിചയപ്പെടുത്തുന്നു. മാതാപിതാക്കളാണ്. എനിക്ക് എൻ്റെ ഉമ്മാനെ പറഞ്ഞാൽ എൻ്റെ പാപ്പാനെ പറഞ്ഞാൽ നിനക്കെന്താന്ന് ചോദിക്കണ്ട. സുഖവും സൗകര്യത്തിലും ജീവിക്കുമ്പോഴാണല്ലോ നമുക്ക് മോശമായിട്ട് തോന്നുന്നത്. ഒരിക്കലും അങ്ങനെ തോന്നാൻ പാടില്ല. പ്രായമായ ഉമ്മയാണ്, പ്രായമായാലും ആയില്ലെങ്കിലും പെറ്റുമ്മയാണ്. ഉമ്മ നിന്നെ വളർത്താനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി കാണും. അത്രയോളമൊന്നും നീ നിൻ്റെ മക്കളെ വളർത്താൻ ബുദ്ധിമുട്ടുന്നില്ല. കുട്ടികളുടെ പിതാവ് മരിച്ചു പോയതുകൊണ്ട് നീ ഇപ്പോൾ കഷ്ടപ്പെടുന്നുണ്ട്. നല്ല വീഡിയോകൾ ചെയ്തിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിടാനുണ്ട്. നിനക്ക് വരുമാന മാർഗമായല്ലോ. നീ അത് ചെയ്തിട്ടിട്ട് നീ ഒരു വരുമാനം ഉണ്ടാക്ക്. എന്നിട്ട് നിന്റെ മക്കളെ നീ നല്ല രീതിയിൽ വളർത്തി വലുതാക്കി പഠിപ്പിച്ചു കൊണ്ടുപോവാ. അതാണ് വേണ്ടത്. അല്ലാതെ നിന്റെ ഉമ്മായെ ഇങ്ങനെ പറയല്ലേ. ചന്ദനമരം മുറിച്ചത് നിന്റെ ഉമ്മാനെ കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഉമ്മായുടെ പറമ്പ്, ഉമ്മായുടെ വീട്, ഉമ്മയുടെ ചന്ദനമരം, ഉമ്മാന്റെ പറമ്പിൽ കിടക്കുന്ന ചന്ദനമരം, ഉമ്മാന്റെ വീട്, അതൊക്കെ ഉമ്മാന്റെ പേരിലുള്ളത്. അപ്പം കേസ് വരികയാണെങ്കിൽ ഉമ്മയ്ക്കിരിക്കട്ടെ എന്നല്ലേ? അതല്ലേ നീ പറഞ്ഞതിൻ്റെ അർത്ഥം? ആ നാട്ടിൽ ആളുകളില്ലേ? മുസ്ലിം ആയാലും ഹിന്ദു ആയാലും മനുഷ്യന്മാരാരും ഇല്ലേ ആ നാട്ടിൽ? ഷാജിദ ഷാജിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. എൻ്റെ വീട്ടിൽ ഒതുങ്ങേണ്ട കാര്യങ്ങളാണ്. അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറഞ്ഞാൽ ലോകം മൊത്തം ഉള്ള ജനങ്ങൾ ഇത് കാണുകയും റിയാക്ട് ചെയ്യുകയും ചെയ്യും. അതാണ് എനിക്ക് ഷാജിദ ഷാജിയോട് പറയാനുള്ളത്. അവിടുത്തെ പള്ളി കമ്മിറ്റിക്കാരോ ഒക്കെ അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം നികത്തേണ്ടത്, ഒരു കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കേണ്ടത് അവരൊക്കെയാണ്. അത് ഷാജിദ വന്ന് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്തിടുന്നത് കൊണ്ടാണ് ഈ നാട്ടുകാർ മുഴുവൻ കാണുന്നതും കേൾക്കുന്നതും അതിനുള്ള വീഡിയോ റിയാക്ഷനായിട്ട് നടക്കുന്നതും. അത് ഒന്ന് ഷാജിദ മനസ്സിലാക്കുക.